ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കാറിൽ വാടക വീടിന്റെ അരികിലേക്ക് വരികയാണ് നിധിയും സുധീഷും. സുധീഷ് ചോദിക്കുന്നു, ഇതല്ലേ സ്ഥലം? നിധി പറയുന്നു, അതെ. എന്നാ ശരി, ഞാൻ പൊയ്ക്കോട്ടെ. സുധീഷ് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങിയ നിധി വിഷമത്തോടു കൂടി ഒന്ന് ആലോചിച്ച് വീണ്ടും സുധീഷിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ഡോറിന്റെ ഗ്ലാസ് താഴ്ത്തി സുധീഷ് നിധിയെ നോക്കുമ്പോൾ നിധി ചോദിക്കുന്നു, അപ്പോ അത്രേ ഉള്ളൂ? സുധീഷ് ചോദിക്കണ, എന്ന് വെച്ചാ മനസ്സിലായില്ല. നിധി പറയുന്നു, ഒന്നുമില്ല, ഇയാൾ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേതെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഇയാളുടെ വീട്ടുകാരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ ഒട്ടും ബുദ്ധിമുട്ടിക്കില്ല. ഇതുവരെ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും താങ്ക്സ്. സുധീഷ് പറയുന്നു, അയ്യോ അതൊന്നും സാരമില്ല. എന്തിനാ ഇയാള് അതിന് ഇത്രമാത്രം വിഷമിക്കുന്നത്? എടോ, ഈ സഹായിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഉള്ള ശീലമാണ്. അതിനുവേണ്ടി ഈ താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല. എന്തായാലും സമയമായില്ലേ, ഇയാൾ പൊയ്ക്കോ. അല്ല, ഞാൻ ബാഗ് പിടിക്കണോ? നിധി പറയുന്നു, വേണ്ട, ഞാൻ പൊയ്ക്കോളാം. അപ്പൊ സുധീഷ് പറയുകയാണ്, വേണമെങ്കിൽ വീട് വരെ ഞാൻ കൂടെ വരാം. നിധി പറയുകയാണ്, വേണ്ട വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് വരുമെന്നാ പറഞ്ഞിട്ടുള്ളത്, ഞാൻ പൊയ്ക്കോളാം. സുധീഷ് പറയുന്നു, ഓ ശരി ശരി. അല്ല, കയ്യിൽ കാശുണ്ടോ? ഞാൻ വേണമെങ്കിൽ ATM-ൽ നിന്നും കാശെടുത്ത് തരാം. നിധി പറയുന്നു, വേണ്ട, എന്റെ കയ്യിൽ കാശുണ്ട്. സുധീഷ് പറയുന്നു, അപ്പോ ശരിയെന്നാ, പൊയ്ക്കോ. ശരി എന്ന് പറഞ്ഞ നിധി വിഷമത്തോടു കൂടി അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് നിധി പോകുന്നത് നോക്കിയിരിക്കുകയാണ്. നിധി വിഷമത്തോടു കൂടി തിരിഞ്ഞു നോക്കുകയാണ്. ഇത് സുധീഷ് കണ്ണാടിയിലൂടെ കാണുന്നുണ്ട്. ശേഷം നിധി അവിടെ നിന്ന് പോകുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയുകയാണ്, അപ്പൊ നിനക്ക് ഞാൻ ഒന്നും പറയാത്തതിൽ ഫീൽ ഉണ്ടല്ലേ? എന്തായാലും ഞാൻ നിന്റെ കൂടെ വന്നല്ലേ പറ്റൂ. ശരി, തൽക്കാലം പോ. തുടർന്ന് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞ നിധി ആ വീട്ടിലേക്ക് വരികയാണ്. കേറി വന്ന് ആ സാറ് പറയുമ്പോൾ അരികിലേക്ക് വന്ന് നിധി പറയുന്നു, സാർ ഞാൻ അഡ്വാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ അകത്തേക്ക് പോയി 5000 രൂപ എടുത്തോണ്ട് വന്ന് ആ സാറ് പറയുന്നു, നിങ്ങൾ തന്ന ടോക്കൺ അഡ്വാൻസ് 5000 രൂപ പിടിക്കൂ. നിധി ചോദിക്കുന്നു, എന്താ സാർ ഇത്? എന്തിനാ ടോക്കൺ തിരിച്ചു തരുന്നത്? അപ്പോൾ അയാൾ പറയുന്നു, പറയുന്നതിലൊന്നും തോന്നരുത്, കുട്ടിക്ക് ഇവിടെ വാടകയ്ക്ക് വീടില്ല. കാരണം എന്ന് നിധി ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, കാരണം ഒന്നും ചോദിക്കണ്ട, നിങ്ങൾക്ക് വാടകയ്ക്ക് തരാൻ വീടില്ല. നിധി പറയുന്നു, ഇന്നലെയല്ലേ സാർ വീട് തരാമെന്ന് പറഞ്ഞത്? അപ്പൊ അയാൾ പറയുകയാണ്, ഇന്നലെ തരാമെന്ന് പറഞ്ഞു, ഇന്ന് തരില്ലെന്ന് പറഞ്ഞു, അത് എന്റെ ഇഷ്ടം. നിധി ചോദിക്കുന്നു, സാർ എന്താ സാർ പ്രശ്നം? എനിക്ക് മനസ്സിലാകുന്നില്ല, പെട്ടെന്ന് ഇങ്ങനെ പറയാനുള്ള കാരണം? അയാൾ പറയുന്നു, ഞാൻ വീട്ടിൽ സംസാരിച്ചപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെൺകുട്ടിക്ക് വീട് കൊടുക്കണ്ടെന്നാ പറയുന്നത്, അത്രേ ഉള്ളൂ. ഇത് കേട്ട് നിധി പറയുകയാണ്, സാർ ഞാൻ അവരോട് സംസാരിക്കാം. ഇന്നലെ തരാമെന്ന് ഉറപ്പ് തന്നിട്ട് ഇന്ന് മാറ്റി പറയുന്നത് ശരിയല്ലെന്ന് അവരോട് പറയണം സാർ. ആ സാറ് പറയുന്നു, ആരും ആരോടും സംസാരിക്കണ്ട, തരാമെന്ന് പറഞ്ഞിട്ട് തരില്ലെന്ന് മാറ്റി പറയാൻ നിയമമൊന്നും ഇല്ലല്ലോ. കുട്ടി വേഗം പോകാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. നിധി പറയുന്നു, സർ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ക്യാഷ് നീട്ടിക്കൊണ്ട് ആ സാറ് പറയുന്നു, പിടിക്ക്. നിധി ആ ക്യാഷ് വാങ്ങുമ്പോൾ അകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് അയാൾ. തുടർന്ന് സന്തോഷത്തോടു കൂടി കാറിന്റെ അരികിൽ നിൽക്കുന്ന സുധീഷ് ഓർക്കുന്നു, നിധി വാടക വീട്ടിലേക്ക് പോവുകയാണെന്നറിഞ്ഞ വിഷമത്തോടു കൂടി ദൈവങ്ങളുടെ ഫോട്ടോയുടെ മുന്നിൽ വന്നു നിന്നതും വീട് വാടകയ്ക്കെന്നുള്ള പരസ്യം പത്രപേപ്പറിൽ കണ്ടതും ആ പേപ്പർ ചുരുട്ടിയെറിഞ്ഞ് അവിടെ നിന്ന് പോകാനായി തുടങ്ങിയ സുധീഷ് വീണ്ടും ആ പേപ്പർ എടുത്ത് നോക്കുകയാണ്. വീട് വാടകയ്ക്കെന്നുള്ളത് പേന കൊണ്ട് റൗണ്ട് ചെയ്തിട്ടുണ്ട്. തുടർന്ന് സുധീഷ് ഒന്ന് ആലോചിച്ച് ആ വീട് ഉടമസ്ഥനെ കാണാനായി വരികയാണ്. സുധീഷ് പറയുന്നു, ഞാൻ വിളിച്ചിരുന്നു. അയാൾ ചോദിക്കുന്നു, എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ആരാ നിങ്ങൾ? സുധീഷ് പറയുന്നു, ഞാൻ ആരാണെന്നുള്ളതിനേക്കാൾ പ്രധാനം എനിക്ക് നിങ്ങളെ കാണണം എന്നുള്ളതാ. സാറ് ഈ വീട് വാടകയ്ക്ക് കൊടുത്തുവല്ലേ? ഉടമസ്ഥൻ പറയുന്നു, എന്റെ വീട് ഞാനല്ലാതെ വേറെ ആരെങ്കിലും വാടകയ്ക്ക് കൊടുക്കൂ? അത് ആർക്കാ കൊടുത്തേന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ആ സാറ് ചോദിക്കണം, അതെന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നത്? സുധീഷ് പറയുന്നു, എന്നാലും ഒന്ന് പറയണം, നിങ്ങൾ നിധി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കല്ലേ ഈ വീട് വാടകയ്ക്ക് കൊടുത്തത്? ആ സാറ് പറയുന്നു, അതെ. നിങ്ങൾ ആ കുട്ടിയുടെ ആരാ? ഭർത്താവെന്ന് സുധീഷ് പറയുമ്പോൾ ആ സാറ് ചോദിക്കുന്നു, ഭർത്താവോ? നിങ്ങള് പുറം നാട്ടിൽ എവിടെയോ ആണെന്നല്ലേ ആ കുട്ടി പറഞ്ഞത്? സുധീഷ് പറയുന്നു, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉള്ളതാ. ഇവിടെ വെള്ളയമ്പലത്താണ് എന്റെ വീട്. ഓണർ പറയുന്നു, വെള്ളയമ്പലത്ത് ഒരു റിലേറ്റീവിന്റെ വീട്ടിലാണെന്നാണല്ലോ ആ കുട്ടി പറഞ്ഞത്? സുധീഷ് പറയുകയാണ്, അതെ, ആ റിലേറ്റീവ് ആണ് ഞാൻ, അവളുടെ ഹസ്ബൻഡ്. ആ സാറ് ചോദിക്കുന്നു, നിങ്ങളോടൊപ്പം താമസിച്ചിട്ട് ആ കുട്ടി എന്തിനാ വേറെ വീട് നോക്കുന്നത്? സുധീഷ് പറയുന്നു, കറക്റ്റ്, ഞാൻ പറയാം. എനിക്കും അവൾക്കും ഇടയിൽ ഒരു ചെറിയ വഴക്കുണ്ട്. ആ ദേഷ്യത്തിൽ അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വേറെ വീട്ടിൽ താമസിക്കാൻ പോകുന്നത്. ആ സാറ് പറയുന്നു, ആ കുട്ടി അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ ആ കുട്ടിയുടെ ശരിക്കുള്ള ഹസ്ബൻഡ് ആണോ? വിവാഹ ഫോട്ടോ കാണിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു, ദേ കണ്ടില്ലേ, ഈ ഫോട്ടോയില് എന്റെ ഭാര്യയായിട്ട് നിൽക്കുന്ന ആൾക്ക് തന്നെയല്ലേ നിങ്ങൾ ഈ വീട് കൊടുത്തത്? ഇവളെ പറ്റി തന്നെയാ ഞാനും സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം. അതിനിടയിലേക്ക് വന്ന വീട് വാടകയ്ക്ക് കൊടുക്കാനും സഹായിക്കാനും ഒക്കെ നിന്നാൽ ദേ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കരുത്. ആ സാറ് ചോദിക്കുന്നു, നിങ്ങൾ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? സുധീഷ് പറയുന്നു, സാധാരണ ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഞാൻ ഭീഷണിയൊന്നും പതിവില്ല, നേരെ ചെന്ന് ചെയ്യാനുള്ളത് അങ്ങ് ചെയ്യും. ഇതിപ്പോ അവളോട് വീടില്ലാന്ന് പറഞ്ഞ് തിരിച്ചുവിടേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളത് കൊണ്ട് മാത്രമാണ് അമ്മാതിരി കൈപ്പടിക്കൊന്നും ഞാൻ നിൽക്കാത്തത്, മനസ്സിലായോ? നാളെ നിധി വരുമ്പോൾ വീടില്ലാന്നും പറഞ്ഞ് തിരിച്ചയച്ചോണം. ആ സാറ് ചോദിക്കുന്നു, അതെങ്ങനെ പറ്റും? ഞാൻ അഡ്വാൻസ് വാങ്ങിപ്പോയി, ഇനി എങ്ങനെ വീടില്ലെന്ന് പറയും? സുധീഷ് പറയുന്നു, അയ്യടാ, ഒരുമാതിരി നിഷ്കളങ്കരായ ഹൗസ് ഓണറെ പോലെ സംസാരിക്കരുതേ. വാടകയ്ക്കൊരു വീട് അന്വേഷിക്കാൻ തുടങ്ങിയാലേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കിട്ടാതിരിക്കും? ബാച്ച്
ബാച്ചിലർക്ക് വീട് കൊടുക്കില്ല, വലിയ ഫാമിലിക്കാർക്ക് വീട് കൊടുക്കില്ല, ബീഫ് കഴിക്കുന്നവർക്ക് വീട് കൊടുക്കില്ല, അതുമാത്രമല്ല മീഡിയക്കാർക്ക് കൊടുക്കില്ല, പോലീസുകാർക്ക് കൊടുക്കില്ല, അങ്ങനെ പല പല കണ്ടീഷൻസ് വെക്കുന്ന എത്ര വീടുകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും പറഞ്ഞ അഡ്വാൻസ് അങ്ങ് തിരിച്ചു കൊടുത്തേക്കണം. അല്ലാതെ സത്യസന്ധരായ ഹൗസ് ഓണറെ പോലെ അഡ്വാൻസ് വാങ്ങി പോയില്ലേ വീട് കൊടുത്തല്ലേ പറ്റൂ. ആ രീതിയൊന്നും വേണ്ട കേട്ടല്ലോ. ഇത് കേട്ട് ആ സാറ് പറയുന്നു, ഇയാളിങ്ങനെ ഒരുപാടൊന്നും സംസാരിക്കണ്ട, എന്റെ വീടിന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. ഈ നാട്ടിൽ പോലീസ് ഉണ്ട്. സുധീഷ് പറയുന്നു, നിങ്ങൾ പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെ വേണമെങ്കിലും വിളിച്ചോ. ദേ ഇങ്ങനെ വന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ പേരില് എനിക്കെതിരെ ഒരു പെറ്റി കേസ് എടുക്കാൻ അവർക്ക് പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്താൽ അടുത്ത മാസം വാടക വാങ്ങാനായിട്ട് നിങ്ങളുടെ ഈ രണ്ട് കൈയും കാണില്ല. കാണൂല എന്ന് പറഞ്ഞാൽ കാണൂല, ഞാൻ വെട്ടി അങ്ങ് എടുക്കും. അതുറപ്പാ. പിന്നെ കേസല്ലേ, അതപ്പ നോക്കും. ഇത് കേട്ട് ആ സാറ് ചോദിക്കുന്നു, എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? തുടക്കം മുതലേ ശരിയല്ല. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് വന്ന വീട് വാടകയ്ക്ക് ചോദിക്കുന്നു, അതിന്റെ പിന്നാലെ ഭർത്താവാണെന്നും പറഞ്ഞ് നിങ്ങൾ വന്ന് ലഹള കൂട്ടുന്നു. ഇതൊക്കെ ശരിയാണോ? ഞങ്ങൾ ഇവിടെ കുടുംബമായിട്ട് താമസിക്കുന്നവരാ. സുധീഷ് പറയുന്നു, ഓ നിങ്ങളൊക്കെ കുടുംബമായിട്ട് താമസിക്കുന്നവര്, എന്നിട്ടാണ് എന്റെ കുടുംബം പിരിച്ച് രണ്ടാക്കുന്നതിന് വീട് വാടകയ്ക്ക് കൊടുക്കുന്നതല്ലേ? എടോ തന്നെ ഒന്നും വെറുതെ വിടാൻ പാടില്ലടോ. അങ്ങനെ അയാളുടെ ഷട്ടിൽ കുത്തിപ്പിടിക്കുകയാണ് സുധീഷ്. ഭയത്തോടുകൂടി അയാൾ പറയുന്നു, ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത്. നാളെ ആ പെണ്ണ് വന്നാലുടനെ ഞാൻ വീടില്ലെന്ന് പറഞ്ഞോളാം. തോളിൽ കൈവച്ച് സുധീഷ് പറയുന്നു, അതാണ് നിങ്ങളുടെ പേരെന്താണെന്നാ പറഞ്ഞേ? അയാൾ പറയുന്നു, ഉദയശങ്കർ. പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, നല്ല സ്റ്റൈലും പേരൊക്കെയാണല്ലോ. കേട്ടോ മിസ്റ്റർ ഉദയശങ്കർ, നാളെ നിധി വരുമ്പോൾ വീടില്ല എന്ന് മാത്രം പറയണം. അല്ലാതെ അവളുടെ ഭർത്താവ് ഇവിടെ വന്ന ബഹളം വെച്ചതുകൊണ്ടാണ് വീട് തരാത്തതെന്നെങ്ങാണം പറഞ്ഞാൽ നാളെ തന്നെ ഇവിടെ പലതും നടക്കും. കേട്ടല്ലോ? ഉദയശങ്കർ പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞോളാം. സുധീഷ് പറയുകയാണ്, ഗുഡ് ബോയ്. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ ഭയത്തോടു കൂടി നിൽക്കുകയാണ് ഉദയശങ്കർ. തുടർന്ന് സുധീഷ് കാറിന്റെ അരികിൽ നിൽക്കുമ്പോൾ ബാഗുമായി അവിടേക്ക് വരികയാണ് നിധി. നിധി ഒന്ന് നോക്കിയിട്ട് ചുറ്റും നോക്കിക്കൊണ്ട് സുധീഷ് മനസ്സിൽ പറയുന്നു, വന്നോ? നിധി അരികിലേക്ക് വരുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, അല്ല എന്താ താൻ തിരിച്ചു വന്നത്? വണ്ടിയിൽ എന്തേലും മറന്നു വെച്ചോ? ഒന്നും മറന്നു വെച്ചതല്ലാന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കാണ്, അല്ലേ പിന്നെന്തു പറ്റി? ഓ ആ വീട്ടിൽ ആള് കാണില്ല അല്ലേ? ചിലപ്പം പുറത്തു പോയിട്ടുണ്ടാകും. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ? എന്തു പറ്റി? ഇനി നമ്മുടെ വീട്ടിൽ വല്ലതും മറന്നു വെച്ചിട്ടുണ്ടോ? എന്നാ ഞാൻ പോയി എടുത്തിട്ട് വരാം. നിധി പറയുന്നു, വേണ്ട. ഇയാളെന്താ പോകാതിരുന്നത്? ഒന്ന് പതറി സുധീഷ് പറയുന്നു, അത് എനിക്കൊരു ഫോൺ വന്നിട്ടേ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതുവിടെ ഇയാളെന്താ പോയതുപോലെ തിരിച്ചു വന്നത്? എന്തു പറ്റിയടോ? വലിയ ഡയലോഗ് അടിച്ച് ഇവിടുന്ന് പോയതാണല്ലോ. ഇനി സഹായം ഒന്നും വേണ്ട, ചെയ്തു തന്നതിനൊക്കെ താങ്ക്സ്. എന്നിട്ട് എന്തു പറ്റി? നിധി പറയുന്നു, ഹൗസ് ഓണർ വീട് തരാമെന്ന് സമ്മതിച്ചിരുന്നതാ, അഡ്വാൻസും വാങ്ങിയതാ. ഇന്ന് പക്ഷേ ഞാൻ ചെന്നപ്പോൾ വീട് തരാൻ പറ്റില്ല എന്ന് പറയുന്നു. സുധീഷ് ചോദിക്കുന്നു, വീട് തരാൻ പറ്റില്ലെന്നോ? അയ്യോ അപ്പൊ അഡ്വാൻസ്? നിധി പറയുകയാണ്, അത് തിരിച്ചു വന്നു. ഇത് കേട്ട് സുധീഷ് പറയുന്നു, ഭാഗ്യം, കാശ് പോയില്ലല്ലോ. അപ്പൊ നിധി ചോദിക്കാണ്, എന്ത് ഭാഗ്യം? ഇന്നലെ വരെ വീട് തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് പെട്ടെന്ന് തരില്ല എന്ന് പറഞ്ഞാ അതെങ്ങനെ ശരിയാകും? സുധീഷ് പറയുകയാണ്, അത് ശരിയാണല്ലോ. അല്ല അതെങ്ങനെയാ ശരിയാകുന്നത്? നിധി പറയുന്നു, ഇന്നലെ ടോൺ വേറെ, ഇന്ന് ചെന്നപ്പോൾ രീതി വേറെ. അത് ശരിയല്ലല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, പെരുമാറുന്ന രീതി പോലും നേരെ തിരിച്ചാണെന്നേ. സുധീഷ് പറയുന്നു, അയ്യോ അത് കഷ്ടമായി പോയല്ലോ. ഇയാളാണെങ്കിൽ എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇറങ്ങുകയും ചെയ്തു. നിധി പറയുന്നു, എന്തോ സംശയമുണ്ട്. അപ്പൊ സുധീഷ് പറയണ, അതിൽ സംശയമില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ അയാള് പെരുമാറില്ലായിരുന്നു. നിധി പറയുന്നു, എനിക്ക് സംശയം ഇയാളെ തന്നെയാ. സുധീഷ് ചോദിക്കണ, എന്നെയോ? നല്ല കാര്യമായി പോയി. എടോ ഞാൻ എന്ത് ചെയ്തു എന്നാ? ഞാൻ ഒരു സൈഡിൽ വണ്ടി നിർത്തി ഫോൺ ചെയ്യുകയായിരുന്നില്ലേ? ഇതിപ്പോ എന്നെ സംശയിക്കുന്നത് എങ്ങനെയാ? ദേ ഇയാള് വീട് നോക്കിയ കാര്യം സുഭാഷ് ഏട്ടനോട് പറയുമ്പോഴാ ഞാൻ തന്നെ അറിയുന്നത്. വീട് നോക്കിയത് ഇയാള്, അഡ്വാൻസ് കൊടുത്തത് ഇയാള്, എന്നിട്ട് സംശയം എന്റെ മേലെ. ഇതെന്ത് കഷ്ടമാണെന്ന് നോക്കിയേ, ഞാൻ എന്ത് ചെയ്തിട്ടാണെന്നേ? നിധി പറയുന്നു, രാവിലെ മുതല് ഞാൻ ഇയാളെ ശ്രദ്ധിക്കുന്നതാ. പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസം. ഇങ്ങോട്ട് വരുമ്പോഴും ദാ ഇപ്പൊ കാണുമ്പോഴും എല്ലാം മുൻകൂട്ടി അറിയാവുന്നത് പോലെ എന്തെങ്കിലും ഉടായ്പ കാണിച്ചിട്ടുണ്ടാകും. എനിക്ക് ഉറപ്പാ. സത്യം പറ, ഓണറോട് ഇയാൾ എന്തെങ്കിലും പറഞ്ഞോ? സുധീഷ് പറയുന്നു, അയ്യോ ഇയാള് കണ്ടത് ഈ വീടാണെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. ഞാൻ എങ്ങനെയാ ഓണറെ നേരിട്ട് കാണുന്നത്? നിധി ചോദിക്കുന്നു, പിന്നെന്താ രാവിലെ മുതല് നിങ്ങൾക്ക് ഇത്ര സന്തോഷം? സുധീഷ് പറയുന്നു, അല്ല അതിപ്പോ ഈ സങ്കടപ്പെടാനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ദേ ഇയാള് വീട് അന്വേഷിച്ച് കണ്ടെത്തി യാത്ര പറഞ്ഞു പോയി. അതിലിപ്പം സങ്കടപ്പെടാൻ എന്താ ഉള്ളത്? വീടൊന്നും നോക്കണ്ട, എന്റെ വീട്ടിൽ താമസിച്ചോളാൻ പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടാതെ എന്നോട് ദേഷ്യപ്പെടും. വീട് കിട്ടിയല്ലോ എന്നാ പിന്നെ ഹാപ്പിയായി പോയി താമസിച്ചോളാൻ പറഞ്ഞാൽ അതും കുറ്റം. നിധി തന്നെ പറ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അല്ല ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടി വരാം, നടക്ക്. എങ്ങോട്ടെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നമുക്ക് ആ ഓണറോട് ചോദിക്കാമെന്നേ. നിധി പറയുന്നു, അതൊന്നും വേണ്ട. അപ്പൊ സുധീഷ് പറയുകയാണ്, അതൊന്നും ശരിയാകില്ല. എന്തായാലും ഇയാൾക്ക് എന്നെ സംശയം വന്നു, അത് തിരുത്തിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. താൻ വാ. നിധി ചോദിക്കുന്നു, അതിനെന്ത് ചെയ്യാൻ പോകുന്നു? സുധീഷ് പറയുകയാണ്, എന്താണ് വീട് തരാതിരുന്നതെന്ന് നമുക്ക് അയാളോട് ചോദിക്കാം. എനിക്കിതിൽ പങ്കൊന്നുമില്ലാന്ന് അപ്പൊ ഇയാൾക്ക് മനസ്സിലാകുമല്ലോ. നിധി പറയുന്നു, അതൊന്നും വേണ്ടെന്നേ. അപ്പൊ സുധീഷ് പറയുകയാണ്, വേണമെന്നേ, അല്ലെങ്കിൽ ശരിയാകില്ലെന്നേ. നിധി പറയുന്നു, വേണ്ട. അപ്പൊ സുധീഷ് പറയുകയാണ്, വേണം. എന്റെ ഈ കൈകൾ ശുദ്ധമാണെന്ന് എനിക്ക് തെളിയിക്കണം. ഈ രക്തത്തില് എനിക്ക് പങ്കില്ലെന്ന് എനിക്ക് ഇയാളെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ. രക്തമൊന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അല്ല രക്തമല്ല കറ. ഈ സംശയം എന്ന കറയെ വാ പോകാം, വാടോ. അങ്ങനെ നിധിയും കൂട്ടി ആ വീട്ടിലേക്ക് പോകുകയാണ് സുധീഷ്. കാണുന്ന
വീടെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു ഈ വീടാണോ അല്ല എന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കണ ഈ വീടാണോ നിധി പറയുന്നു അയ്യോ അല്ല. അപ്പൊ സുധീഷ് പറയണ എന്നാലൊന്ന് കാണണമല്ലോ എന്നാ പിന്നെ ആ വീടായിരിക്കും അല്ലെ. നിധി പറയുന്നു അയ്യോ അതൊന്നും അല്ലെന്നേ ഞാൻ പറയാം. അപ്പൊ സുധീഷ് പറയണ എന്നാ പറയണം. എനിക്ക് അയാളുടെ മുഖത്ത് നോക്കി ചോദിക്കാനായിട്ട് എന്റെ രക്തം തിളച്ചുകൊണ്ടിരിക്കുക. നിധി പറയുന്നു ഇയാൾ പ്രശ്നം ഒന്നും ഉണ്ടാക്കാൻ നിൽക്കല്ലേ. അപ്പൊ സുധീഷ് പറയണ ആദ്യം അയാളെ കാണട്ടെ താൻ വാ ടെൻഷൻ അടിക്കണ്ട ഞാൻ ഡീല് ചെയ്തോളാം. ആ കിട്ടിപ്പോയി ഈ വീടാണോ നിധി പറയുന്നു അല്ലടോ താൻ വാ. വേസ്റ്റ് കളയാനായി പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഉദയശങ്കറിനെ കാണിച്ചുകൊണ്ട് നിധി പറയുന്നു ദേ അയാളാ. സുധീഷ് ചോദിക്കുന്നു അയാളോ ഹലോ നിന്നെ. ഉദയശങ്കർ തിരിഞ്ഞു നോക്കുമ്പോൾ നിധിയും കൂട്ടി അരികിലേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു എന്താ സാർ ഇത് ഇന്നലെ വന്ന വീട് ചോദിച്ചപ്പോ സാർ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ ഇന്ന് വരുമ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ സാർ അതിന്റെ അർത്ഥം. അയാൾ സംശയത്തോടു കൂടി നിധിയെയും സുധീഷിനെയും നോക്കുകയാണ്. സുധീഷ് കണ്ടു കാണിക്കുമ്പോൾ ഉദയശങ്കർ പറയുന്നു വീട് കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. ഒരു പെൺകുട്ടിക്ക് തനിയെ താമസിക്കാൻ വീട് കൊടുക്കാൻ പാടില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. സുധീഷ് പറയുന്നു സാർ ഇത് പരസ്യം കൊടുക്കുമ്പോഴേ അതിൽ സൂചിപ്പിക്കണ്ടേ അതല്ലാതെ ബാഗും എടുത്ത് ഒരു പെൺകുട്ടി താമസിക്കാൻ തയ്യാറായി വരുമ്പോൾ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഉദയശങ്കർ മനസ്സിൽ പറയുന്നു കൊടുക്കരുതെന്ന് പറഞ്ഞത് ഇവൻ എന്നിട്ടിപ്പം മാറ്റി പറയുന്നു മൊത്തം നാടകമാണല്ലോ. സുധീഷ് പറയുന്നു ഇതല്ലെങ്കിൽ വേറെ വീട് ഇങ്ങനെ വാക്ക് മാറ്റി പറയുന്ന ഒരാളുടെ വീട് നമുക്ക് വേണ്ട വാ പോകാം. നിധി സംശയത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ് ഓ അത് ശരി എന്നെ ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല അല്ലേ. ഹലോ ദേ നിങ്ങൾ വീട് കൊടുക്കാത്തത് ഞാൻ കാരണമാണോ ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ വീട് കൊടുക്കാത്തതെന്ന്. അയാൾ സംശയത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് കണ്ണുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുകയാണ്. ഉദയശങ്കർ പറയുന്നു അങ്ങനെയൊന്നുമില്ല. സുധീഷ് ചോദിക്കുന്നു ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ എന്നെ അറിയാമോ. ഉദയശങ്കർ പറയുന്നു എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല. ആരാ നിങ്ങള് ആരാ കുട്ടി. സുധീഷ് പറയുന്നു നോക്ക് നിധി ഇയാൾക്ക് ഞാൻ ആരാണെന്ന് കൂടി അറിഞ്ഞൂടാ ഇനി എന്നെ സംശയിക്കുകയാണോ. ഉദയശങ്കർ ചോദിക്കുന്നു കുട്ടി ഇയാളാണോ ഹോറനിലുള്ള ഭർത്താവ്. നിധി പറയുന്നു അല്ലല്ല ഇതല്ല വാ നമുക്ക് പോകാം. സുധീഷ് പറയുന്നു ശരി പോകാം. ദേ മനുഷ്യനായാൽ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം സർ. സ്വന്തമായിട്ട് വീടും കാറും ഒക്കെ ഉള്ളതല്ലേ അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകണമെങ്കിൽ വാക്കായിരിക്കണം. നിധി പറയുന്നു സുധീഷ മതി പോകാന്ന് പറഞ്ഞില്ലേ. ഇത് കേട്ട് സുധീഷ് നിധിയുടെ ഒപ്പം പോകുമ്പോൾ ഉദയശങ്കർ ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ്. സുധീഷ് തിരിഞ്ഞു നോക്കി കണ്ണടച്ച് കാണിക്കുകയാണ്. തുടർന്ന് സുധീഷ് പറയുന്നു ഞാൻ ന്യായമല്ല ചോദിച്ചത് ഇയാൾ എന്തിനാ വെറുതെ പേടിക്കുന്നത്. നിധി പറയുകയാണ് അല്ലാതെ പിന്നെ അയാൾ ചോദിക്കാൻ തുടങ്ങിയത് കേട്ടില്ലേ ഇയാൾ ആരാണെന്ന്. ഞാൻ എന്തൊക്കെ നുണ പറഞ്ഞതാണെന്നോ. കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് പുറം നാട്ടിൽ ജോലി ചെയ്യുക വീട് പാലക്കാടാണ് എന്നൊക്കെയാ തട്ടിവിട്ടിരുന്നത്. സുധീഷ് പറയുന്നു അത് ശരി അപ്പൊ ഇയാൾക്ക് നുണ പറയാം ഞാൻ പറയാൻ പാടില്ല അല്ലേ. നിധി പറയുന്നു ഹലോ നിങ്ങൾ പറയുന്നതും ഞാൻ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സുധീഷ് ചോദിക്കുന്നു എന്ത് വ്യത്യാസം രണ്ടും നുണ തന്നെയല്ലേ. ഈ നുണയില് നല്ല നുണ ചീത്ത നുണ എന്നൊന്നുമില്ല അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിധി പറയുന്നു നിങ്ങൾ ഒരു കാര്യമില്ലാതെ വെറുതെ നുണ പറഞ്ഞതാ ഞാൻ അങ്ങനെയല്ല. വീട് നോക്കാൻ പോയപ്പോൾ കഴുത്തിൽ താലിച്ചയും കണ്ടിട്ട് അയാള് കല്യാണം കഴിച്ചതാണല്ലേ എന്ന് ചോദിച്ചു. പിന്നെ അല്ലെന്ന് പറയാൻ പറ്റുമോ. അപ്പൊ വായി വന്നത് ഞാൻ പറഞ്ഞു. സുധീഷ് പറയുന്നു സൂപ്പർ ഒരു പ്രശ്നത്തിൽ നിന്ന് എസ്കേപ്പ് ആകാൻ ആ സമയത്ത് വായിൽ വന്നത് പറഞ്ഞു എന്നല്ലേ. അത് തന്നെയല്ലേ ഞാനും ചെയ്തത്. പിന്നെ എന്നെ മാത്രം എന്തിനാ ഈ നുണയനെന്ന് വിളിക്കുന്നത്. നിധി പറയുന്നു പിന്നെ നിങ്ങളാണ് എന്റെ ഭർത്താവെന്ന് ഞാൻ പറയണമായിരുന്നു. സുധീഷ് പറയുന്നു അല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. നിധി ചോദിക്കണ എന്നാ പിന്നെ ഞാൻ പറയുന്നതിനെ പറ്റി പറയുന്നത് എന്തിനാ. സുധീഷ് പറയുന്നു അത് ഇയാള് സത്യം പറയാത്തത് കൊണ്ട്. എടോ ഈ താലിച്ചയും കണ്ട് ഹൗസ് ഓണർ ചോദിച്ചപ്പോഴേ ഇതൊരു ഡമ്മി കല്യാണമാണ് ശരിക്കുള്ള കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നങ്ങ് പറയാമായിരുന്നില്ലേ. നിധി ചോദിക്കുന്നു ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം. അപ്പൊ സുധീഷ് പറയുകയാണ് എനിക്കെന്ത് പ്രശ്നം ചോദിക്കണമെന്ന് തോന്നി ചോദിച്ചു. ഞാനൊരു നുണ പറഞ്ഞു എന്ന് പറഞ്ഞ എന്തൊക്കെ ബഹളമായിരുന്നു. അതേ നുണ തന്നെയല്ലേ ഇപ്പൊ ഇയാളും പറഞ്ഞത്. നിധി പറയുന്നു ദേ ഇതിന് ഞാൻ മറുപടി പറഞ്ഞാലേ നിങ്ങൾ ഉത്തരം മുട്ടിപ്പോകും വേണോ. സുധീഷ് പറയുന്നു ഓക്കെ ശരി അത് വിട്. സുധീഷ് പറയുകയാണ് ഇയാൾക്ക് വേണമെങ്കിൽ നുണ പറയാം ഞാൻ പറയാൻ പാടില്ല അത്രയല്ലേ ഉള്ളൂ. ഓക്കെ ശരി ഇനി നമ്മൾ എന്ത് വേണം തിരിച്ച് നമ്മള് വീട്ടിൽ പോവല്ലേ അല്ലേ. നിധി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കണ അല്ല എന്താ മിണ്ടാതെ നിൽക്കുന്നത്. ഇനിയിപ്പോ വീട്ടിലേക്ക് വരാതെ വേറെ എങ്ങോട്ടെങ്കിലും പോകാനുള്ള പരിപാടി ഉണ്ടോ എന്തെങ്കിലും ഒന്ന് പറയാന്നേ. നിധി പറയുന്നു ഇല്ല ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. സുധീഷ് ചോദിക്കുന്നു വരുന്നില്ലേ മനസ്സിലായില്ല. അല്ല ഇനി വേറെ വീട് വല്ലതും നോക്കി വെച്ചിട്ടുണ്ടോ. നിധി പറയുന്നു ഇല്ല. പിന്നെ എന്താണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് വേണ്ട ഞാൻ വരുന്നില്ല. സുധീഷ് പറയുന്നു അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. നിധി പറയുന്നു ഞാൻ യാത്രയൊക്കെ പറഞ്ഞു വന്നതല്ലേ ഇനി വീണ്ടും തിരിച്ചങ്ങോട്ട് വേണ്ട ഞാൻ വരുന്നില്ല. സുധീഷ് പറയുന്നു എടോ അതൊന്നും കാര്യമാക്കാനില്ലെന്നേ ഇയാള് വന്നേ. വേണ്ടെന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കണ ശരി ഇയാള് വേറെ എന്താ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. നിധി പറയുന്നു അത് വേറെന്തെങ്കിലും നോക്കാം. അപ്പൊ സുധീഷ് പറയുകയാണ് അതാ ഞാൻ ചോദിച്ചത് വേറെ എന്ത് നോക്കും. ഇത് കേട്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് നിധി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. നിധി സുധീഷിന്റെ ഒപ്പം വീട്ടിലേക്ക് മടങ്ങി പോകാനായി തീരുമാനിക്കുകയാണ്. നികേഷും ഹരീഷും വീട്ടിലേക്ക് വന്ന് നിധിയെ അന്വേഷിക്കുകയാണ്. സുഭാഷ് അരികിലേക്ക് വരുമ്പോൾ നിധി വീട്ടിൽ നിന്നും പോയ കാര്യം പറയുകയാണ് സുധീഷ്. ഹരീഷ് പറയുന്നു കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ സുധീഷ് ഏട്ടൻ കിടക്കുന്നത് ഇവിടെ ഹാളിലാ രണ്ടുപേരും പ്രേമിച്ച് വിവാഹം കഴിച്ചെന്ന് പറഞ്ഞു. എന്നാൽ അതിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. അങ്ങനെ ഹരീഷും നികേഷും സുഭാഷിനെ ചോദ്യം ചെയ്യുകയാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ വിഷമിച്ചു നിൽക്കുകയാണ് സുഭാഷ്. തുടർന്ന്
നിധിയും സുധീഷും വീട്ടിലേക്ക് വരികയും എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുകയുമാണ്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി സുധീഷ് സുഭാഷിന്റെയും ഹരീഷിന്റെയും നികേഷിന്റെയും ഒപ്പം കിടക്കാനായി പായും തലയുടെ എല്ലാം എടുത്തുകൊണ്ട് വരുമ്പോൾ അവിടേക്ക് വന്ന ഭാസ്കരൻ സംശയത്തോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. തുടർന്ന് നിധിയുടെ ഒപ്പം റൂമിൽ പോയി കിടക്കാനായി ആവശ്യപ്പെടുകയാണ് ഭാസ്കരൻ. ഭാസ്കരന്റെ വാക്കുകൾ കേട്ട് വിഷമത്തോടുകൂടി സുഭാഷിനെ നോക്കുകയാണ് സുധീഷ് ഇവിടെ കിടക്കട്ടെന്നൊക്കെ സുഭാഷ് പറയുന്നുവെങ്കിലും ഭാസ്കരൻ സമ്മതിക്കുന്നില്ല. ഭാസ്കരന്റെ വാക്കുകൾ കേട്ട് സുധീഷ് ടെൻഷനോടുകൂടി പായെല്ലാം എടുത്ത് നിധിയുടെ റൂമിന്റെ അരികിലേക്ക് പോവുകയാണ്. സുഭാഷും നികേഷും ഹരീഷും എല്ലാം സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. വാതിലിന്റെ അരികിലേക്ക് ചെന്ന സുധീഷ് ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് വാതിലിൽ തട്ടി വിളിക്കുകയാണ്. നിധി വാതിൽ തുറന്ന് സംശയത്തോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ അച്ഛൻ നിധിയുടെ ഒപ്പം റൂമിൽ കിടക്കാൻ പറഞ്ഞ കാര്യം പറയുകയാണ് സുധീഷ്. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് നിധി. അരികിലേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, നിങ്ങള് ഭാര്യയും ഭർത്താവും അല്ലേ മോളെ? എന്നിട്ടാണോ രണ്ടുപേരും രണ്ടിടത്ത് കിടക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഒരുത്തി ഓടിപ്പോയതിന്റെ പേരുദോഷം എനിക്കുണ്ട്. ഇനി ഇവനോട് അത് വേണോ? ഭാസ്കരന്റെ വാക്കുകൾ കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് നിധിയും സുധീഷും. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.